ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് പുതിയൊരു ടോപ്പിക്ക് പഠിക്കാം. കുറിച്യർ ലഹള. കുറിച്യർ ലഹളയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. PSCയിലെ മിക്ക എക്സാമിനും ചോദിക്കുന്ന ഒരു ഭാഗമാണ് കുറിച്യർ ലഹള. നോക്കാം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ ഗോത്രവർഗ കലാപമായിരുന്നു കുറിച്യർ ലഹള. അപ്പോൾ കുറിച്യർ ലഹള എന്താണ്? കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ ഗോത്രവർഗ കലാപം. ആദ്യ ഗോത്രവർഗ കലാപമായിരുന്നു കുറിച്യർ ലഹള. പിന്നെ ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപം. ദക്ഷിണേന്ത്യയിൽ വെച്ച് നടന്ന ഏക ഗിരിവർഗ കലാപമായിരുന്നു കുറിച്യർ ലഹള. കുറിച്യർ ലഹള കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ ഗോത്രവർഗ കലാപമായിരുന്നു. ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപവും കുറിച്യർ ലഹള ആയിരുന്നു. ഈ കുറിച്യർ ലഹള എന്നാ നടന്ന 1812 1812 മാർച്ചിലാണ് കുറിച്യർ ലഹള നടന്നത്. വയനാട്ടിലെ ആദിവാസി ഗോത്ര വിഭാഗമായിരുന്നു കുറിച്യർ. വയനാട്ടിലെ ആദിവാസി ഗോത്ര വിഭാഗമായിരുന്നു കുറിച്യർ. ബ്രിട്ടീഷ് മേധാവിത്വത്തിനെതിരെ സാധാരണ ജനങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന ജനകീയ കലാപമായിരുന്നു ഇത്. അപ്പം ഈ കുറിച്യർ കലാപം എന്ന് പറഞ്ഞ ഒരു ജനകീയ കലാപമായിരുന്നു. ആരുടെ നേതൃത്വത്തിൽ? സാധാരണ ജനങ്ങളുടെ നേതൃത്വത്തിൽ. ആർക്കെതിരെ? ബ്രിട്ടീഷുകാർക്കെതിരെ. ബ്രിട്ടീഷ് മേധാവിത്വത്തിനെതിരെ സാധാരണ ജനങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന ജനകീയ കലാപമായിരുന്നു കുറിച്യർ ലഹള. എന്തൊക്കെ പഠിച്ചു? കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ ഗോത്രവർഗ കലാപമാണ്. ദക്ഷിണേന്ത്യയിൽ വെച്ച് നടന്ന ഏക ഗിരിവർഗ കലാപമായിരുന്നു 1812 കുറിച്യർ ലഹള. വയനാട്ടിലെ ആദിവാസി ഗോത്ര വിഭാഗം കുറിച്യരായിരുന്നു. ബ്രിട്ടീഷ് മേധാവിത്വത്തിനെതിരെ സാധാരണ ജനങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന ജനകീയ കലാപമായിരുന്നു കുറിച്യർ ലഹള. പഴശ്ശിരാജയുടെ നേതൃത്വത്തിൽ പ്രധാനമായും വയനാട്ടിലെ കുറിച്യരും കുറുമ്പരും ഉൾപ്പെട്ടിരുന്നു. പഴശ്ശിരാജയുടെ സൈന്യത്തിൽ ആരൊക്കെയാണ്? പ്രധാനമായിട്ടും കുറിച്യരും കുറുമ്പരും ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ അവരെ നിരന്തരം പീഡിപ്പിച്ചിരുന്നു. ആരെയാണ്? കുറിച്യരെയും കുറുമ്പരെയും ബ്രിട്ടീഷുകാർ നിരന്തരം പീഡിപ്പിച്ചിരുന്നു. കുറിച്യർ അടിമ ജോലി ചെയ്യാൻ നിർബന്ധരാവുകയും ചെയ്തു. അപ്പം പഴശ്ശിരാജയുടെ സൈന്യത്തിൽ പ്രധാനമായും വയനാട്ടിലെ കുറിച്യരും കുറുമ്പരും ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ അവരെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. കുറിച്യർ അടിമ ജോലി ചെയ്യാൻ നിർബന്ധിതരാവുകയും ചെയ്തു. നികുതി പണമായി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന് ബ്രിട്ടീഷുകാർ ശഠിച്ചത് കുറിച്യരെ കലാപത്തിലേക്ക് നയിച്ചു. അപ്പം കുറിച്യർ വിഭാഗത്തെ കലാപത്തിലേക്ക് നയിച്ച എന്തായിരുന്നു? നികുതി പണമായി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന് ബ്രിട്ടീഷുകാർ വാശി പിടിച്ചു. ബ്രിട്ടീഷുകാർ നികുതി പണമായിട്ട് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന് ആജ്ഞാപിച്ചു. നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് തോമസ് വാർഡൻ. തോമസ് വാർഡൻ എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് നികുതി ഏർപ്പെടുത്തിയത്. അപ്പോൾ പഴശ്ശിരാജയുടെ സൈന്യത്തിൽ പ്രധാനമായിട്ടും വയനാട്ടിലെ കുറിച്യരും കുറുമ്പരും ഉണ്ടായിരുന്നു. അവരെ നിരന്തരം ബ്രിട്ടീഷുകാർ പീഡിപ്പിച്ചിരുന്നു. അവർ ബ്രിട്ടീഷുകാരുടെ അടിമകളായിട്ട് ജോലി ചെയ്യാൻ നിർബന്ധിതരാവുകയും ചെയ്തു. അങ്ങനെ ബ്രിട്ടീഷുകാർ ഈ കുറിച്യരുടെ മേലിൽ നികുതി ചുമത്തിയിരുന്നു. ഈ നികുതി പണമായിട്ട് മാത്രമേ സ്വീകരിക്കുള്ളൂ എന്ന് അവർ വാശി പിടിച്ചു. ആ നികുതി ചുമത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് തോമസ് വാർഡൻ. ഈ നികുതി പണമായി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന് ബ്രിട്ടീഷുകാർ ശഠിച്ചതിനെ തുടർന്ന് കുറിച്യർ കലാപത്തിലോട്ട് നീങ്ങി. അവർ കലാപം നടത്താനായിട്ട് തീരുമാനിച്ചു. കുറിച്യർ കലാപത്തിൽ പങ്കെടുത്ത ആദിവാസി വിഭാഗമാണ് കുറിച്യരും കുറുമ്പരും. കുറിച്യർ കലാപത്തിൽ പങ്കെടുത്ത ആദിവാസി വിഭാഗമെന്നും കുറിച്യരും കുറുമ്പരും. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ കുറിച്യരും കുറുമ്പരും രാമനമ്പിയുടെ നേതൃത്വത്തിൽ 1812 മാർച്ചിൽ കലാപം തുടങ്ങി. 1812 മാർച്ചിൽ കലാപം തുടങ്ങി. ആരുടെ നേതൃത്വത്തിൽ? രാമനമ്പിയുടെ നേതൃത്വത്തിൽ. ബ്രിട്ടീഷ് ഭരണത്തിനെതിരായിട്ട് കുറിച്യരും കുറുമ്പരും രാമനമ്പിയുടെ നേതൃത്വത്തിൽ 1812 മാർച്ചിൽ കലാപം തുടങ്ങി. ഇനി PSC എക്സാമിന് ചോദിക്കാൻ പറ്റിയ
ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. കുറിച്യർ കലാപത്തിൻ്റെ ബുദ്ധികേന്ദ്രം ആരായിരുന്നു? രാമനാമ്പി ആയിരുന്നു കുറിച്യർ കലാപത്തിൻ്റെ ബുദ്ധികേന്ദ്രം. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ പോയിൻ്റ് ഒന്നും കൂടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ ഗോത്രവർഗ കലാപമായിരുന്നു. പിന്നെ ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപമായിരുന്നു. കുറിച്യർ കലാപം നടന്നത് 1812 പഴശ്ശിരാജയുടെ സൈന്യത്തിൽ കുറിച്യരും കുറുമ്പരും ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ അവരെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. ബ്രിട്ടീഷുകാരുടെ അടിമകളായിട്ട് മാറി കുറിച്യർ. അങ്ങനെ 1812 മാർച്ചിൽ ആണ് കുറിച്യരും കുറുമ്പരും രാമനമ്പിയുടെ നേതൃത്വത്തിൽ കലാപത്തിലോട്ട് നീങ്ങിയത്. ഈ കലാപത്തിൽ നീങ്ങാനുള്ള കാരണം എന്താണ്? ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ തോമസ് വാർഡൻ നികുതി കുറിച്യരുടെ മേൽ ചുമത്തി. നികുതി പണമായിട്ട് മാത്രമേ സ്വീകരിക്കുള്ളൂ എന്ന് അവർ വാശി പിടിച്ചു. ഈ നികുതി പണമായിട്ട് മാത്രം സ്വീകരിക്കുള്ളൂ എന്ന ബ്രിട്ടീഷുകാരുടെ നയത്തെ പ്രതിഷേധിച്ചാണ് കുറിച്യരെ കലാപത്തിലോട്ട് നീങ്ങിയത്. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നതായിരുന്നു കലാപകാരികളുടെ ലക്ഷ്യം. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. അപ്പോൾ കുറിച്യർ കലാപത്തിൻ്റെ ലക്ഷ്യം, മുദ്രാവാക്യം എന്നൊക്കെ ചോദിച്ചാൽ വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. ഇതാണ് കലാപകാരിയുടെ ലക്ഷ്യം എന്ന് അഭിപ്രായപ്പെട്ടതാരായിരുന്നു? ബ്രിട്ടീഷ് സബ് കളക്ടറായിരുന്ന തോമസ് ഹാർവി ബേബർ ആണ് ഇങ്ങനെ പരാമർശിക്കപ്പെട്ടത്. എന്താണ് പറഞ്ഞ? വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നത് കുറിച്യർ കലാപത്തിൻ്റെ മുദ്രാവാക്യമായിരുന്നു. ഇങ്ങനെ കലാപകാരിയുടെ ലക്ഷ്യം വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന് പറഞ്ഞതാരാണ്? ബ്രിട്ടീഷ് സബ് കളക്ടറായിരുന്ന തോമസ് ഹാർവി എന്ന് ആണ് അദ്ദേഹം പരാമർശിച്ചിരിക്കുന്നത്. അമ്പും വില്ലും ഉപയോഗിച്ചാണ് ഇവർ കമ്പനി സൈന്യത്തെ നേരിട്ടത്. പ്ലാക്ക ചന്തു, ആയിരം വീട്ടിൽ കോന്തപ്പൻ, വെൺകലോ കേളു എന്നിവരാണ് പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. അപ്പം ഈ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തവർ ആരൊക്കെയുണ്ട്? പ്രസ്താവനയായിട്ട് ചോദിച്ചാൽ ഇതെല്ലാം ചോദിക്കാൻ പറ്റും. പ്ലാക്ക ചന്തു, ആയിരം വീട്ടിൽ കോന്തപ്പൻ, വെൺകോലൻ, കേളു എന്നിവരാണ് കുറിച്യർ കലാപങ്ങൾക്ക്, അതിൻ്റെ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഒന്നും കൂടെ ഈ പറഞ്ഞ പോയിന്റ് നോക്കാം. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നത് കലാപകാരികളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞത് ബ്രിട്ടീഷ് സബ് കളക്ടറായിരുന്ന TH ബേബർ അല്ലെങ്കിൽ തോമസ് ഹാർവി ബേബർ. അമ്പും വില്ലും ഉപയോഗിച്ചാണ് ഇവർ സൈന്യത്തെ നേരിട്ടത്. ഇതിൽ പ്രധാനമായിട്ട് ഈ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് പ്ലാക്ക ചന്തു, ആയിരം വീട്ടിൽ കോന്തപ്പൻ, വെൺകോലൻ, കേളു എന്നിവരാണ് പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. ആദ്യം കമ്പനി സൈന്യത്തിനും വൻ തിരിച്ചടികൾ നേരിട്ടുവെങ്കിലും മൈസൂരിൽ നിന്നും കൂടുതൽ സൈന്യത്തെ 1812 മെയ് 8 വിപ്ലവം പൂർണ്ണമായി അടിച്ചമർത്തുകയും ചെയ്തു. അപ്പോൾ അതായത് ആദ്യം ഈ കുറിച്യരും കുറുമ്പരും നടത്തിയ കലാപത്തിൽ ആദ്യമൊക്കെ അവർക്ക് അനുകൂലമാണെങ്കിലും പിന്നീട് മൈസൂരിൽ നിന്നും കൂടുതൽ സൈന്യത്തെ ബ്രിട്ടീഷുകാർ ഇറക്കി. അപ്പോൾ അവർക്ക് എളുപ്പം അടിച്ചമർത്താൻ പറ്റും. അപ്പോൾ സൈന്യം കൂടുതലും അവരിൽ പല ആയുധങ്ങളും അവരിൽ സജ്ജമായിരുന്നു. കുറുമ്പരും കൂട്ടരും ഗോത്ര വിഭാഗമാണ്. അവർ അഭ്യസിച്ച വിദ്യയും കാട്ടിയും ട്രെയിനിങ് ഒക്കെ കിട്ടിയതാണ് ബ്രിട്ടീഷ് സൈന്യം. അപ്പോൾ എന്നൊക്കെ ഓർമ്മിച്ച് വയ്ക്കുക. അപ്പോൾ മൈസൂരിൽ നിന്നും കൂടുതൽ സൈന്യത്തെ അവർ ഇറക്കിയത് പോയിട്ട് 1812 മെയ് 8 വിപ്ലവം പൂർണ്ണമായിട്ട് 1812 മെയ് 8 വിപ്ലവം പൂർണ്ണമായിട്ട് അടിച്ചമർത്താൻ പറ്റി. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിൽ ആയേനെ എന്ന് കുറിച്യർ കലാപത്തെക്കുറിച്ച് പറഞ്ഞത് TH ബേബറാണ്. 2 കാര്യങ്ങളാണ് പറഞ്ഞത്. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നായിരുന്നു കലാപകാരികളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞതും TH ബേബറായിരുന്നു. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്ന രാജ്യം അവരുടെ നിയന്ത്രണത്തിൽ ആയേനെ എന്ന് കുറിച്യർ കലാപത്തെക്കുറിച്ച് പറഞ്ഞത് TH ബേബറാണ്. ഇത് മിക്കവാറും എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു കുറിച്യർ കലാപത്തെക്കുറിച്ച് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു പോയിൻ്റാണ്. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾ കഴിയുമായിരുന്ന രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് കുറിച്യർ കലാപത്തെക്കുറിച്ച് പറഞ്ഞത് TH ബേബറാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കുക, എന്ന് ഏത് കലാപത്തെക്കുറിച്ചാണ് TH ബേബർ പറഞ്ഞതെന്ന് ചോദിച്ചാൽ കുറിച്യർ കലാപം. അല്ലെങ്കിൽ ആരാണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് സബ് കളക്ടറായിരുന്ന TH ബേബർ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമൻസ് ദയവായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക്